മുസ്ലിം ലീഗിന്റെ ഡൽഹിയിലെ ആസ്ഥാന മന്ദിരത്തിൽ CH മുഹമ്മദ് കോയുടെ പേരില്ലാത്തതിൽ അതൃപ്തി പരസ്യമാക്കി MK മുനീർ. തന്റെ പിതാവ് ജനഹൃദയങ്ങളിലാണ് ജീവിക്കുന്നത്. സ്മാരകങ്ങളെക്കാൾ പിതാവിന് ഇഷ്ടം ജനഹൃദയങ്ങളിൽ ജീവിക്കാനാണ്. തനിക്ക് പരാതിയില്ല, പാർട്ടി ആലോചിച്ച് വേണ്ടത് ചെയ്യുമെന്ന് കരുതുന്നുവെന്നും മുനീർ പ്രതികരിച്ചു. ഈ സ്മാരകങ്ങളെക്കാൾ അദ്ദേഹം ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ജനഹൃദയങ്ങളിൽ ജീവിക്കുക എന്നുള്ളതായിരുന്നു. ഒരു ഹാളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയമോ നാമകരണം ചെയ്ത് കൊണ്ട് മാത്രം ഓർക്കപ്പെടേണ്ട ഒരാളാണ് എന്നതല്ല എൻ്റെ വിശ്വാസം. പാർട്ടിയോട് അങ്ങനെ പരാതിപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഈ കേരളത്തിലുടനീളമുള്ള CH സെൻറ്ററുകൾ ഒക്കെ തന്നെ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ളതല്ലേ. എൻ്റെ പിതാവും പാണക്കാട് കുടുംബവും തമ്മിലുള്ള ബന്ധം വളരെ സുദൃഢമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ഥലത്തും പേര് വന്നേ തീരൂ എന്നൊന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് പരാതിപ്പെടാൻ പറ്റില്ലല്ലോ. അത്രയും പരിഗണന എല്ലാ സ്ഥലത്തും കിട്ടിയിട്ടുണ്ടല്ലോ. പാർട്ടി ആലോചിച്ച കാര്യങ്ങൾ ചെയ്യായിരിക്കും. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചെന്നു. ഷഹീദ്, മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം വരുന്നുണ്ടോ? ലീഗ് നേതൃത്വം ഇക്കാര്യം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പാർട്ടി ജനറൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടപ്പോൾ അത് പാർട്ടി കാര്യമാണ്, പാർട്ടി അത് പരിശോധിക്കുമെന്ന അല്ലെങ്കിൽ അത് തീരുമാനിക്കുമെന്നൊരു പ്രതികരണമാണ് അനൗദ്യോഗികമായി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് മുസ്ലിം ലീഗിന്റെ ദേശീയ ആസ്ഥാനമായി ഡൽഹിയിൽ ഖാലിദ് മില്ലത്ത് സെന്റർ വലിയ അഭിമാന പദ്ധതിയായി അവർ ഉദ്ഘാടനം ചെയ്തത്. അതിന്റെ വിവിധ ഹാളുകൾക്കും മുറികൾക്കുമാണ് മുസ്ലിം ലീഗിന്റെ MP-മാരുടെ ദേശീയ നേതാക്കന്മാരായ ഈ ബനാത്ത് വാല, ഒപ്പം തന്നെ പോക്കർ സാഹിബ് ഉൾപ്പെടെയുള്ള അന്തരിച്ച ലീഗ് നേതാക്കന്മാരുടെ നാമകരണം ചെയ്തത്. അവിടെ CHന്റെ പേര് ഒരിടത്തും പരാമർശിക്കപ്പെട്ടില്ല. അതിലാണ് ഇപ്പോൾ ലീഗിനകത്ത് തന്നെ അതൊരു ചർച്ചയായി ഉയരുകയും അദ്ദേഹത്തിന്റെ CH മുഹമ്മദ് കോയുടെ മകൻ കൂടിയായ MK മുനീർ പരസ്യമാക്കുകയും ചെയ്തത്. അതായത് CH മുഹമ്മദ് കോയ ഇന്ത്യയിൽ തന്നെ മുസ്ലിം ലീഗിന്റെ ഏക മുഖ്യമന്ത്രി പദത്തിലിരുന്ന ആളാണ്, ദേശീയ ജനറൽ സെക്രട്ടറി പദം വഹിച്ചിരുന്ന ആളാണ്, ഒപ്പം തന്നെ പാർട്ടി MP-യുമൊക്കെ ഈ പാർലമെന്റിലൊക്കെ ഇരിക്കുകയും ചെയ്ത ആളാണ്. ആ രീതിയിൽ മുസ്ലിം ലീഗിന്റെ വളരെ ചരിത്ര നിർണായകമായ ഘട്ടത്തിൽ ലീഗിനെ സംസ്ഥാനത്തും ദേശീയ തലത്തിലുമൊക്കെ നയിച്ച നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ അവഗണിച്ചു എന്നൊരു രീതിയാണ് പാർട്ടിക്കകത്ത് ഉയർന്നത്. ഇക്കാര്യത്തിലാണ് ഇപ്പോൾ MK മുനീർ പാർട്ടി അദ്ദേഹത്തിന് വലിയ സ്ഥാനമാനങ്ങൾ നൽകിയിട്ടുണ്ട്. പല CH സെന്റർ ഉൾപ്പെടെയുള്ള പല പദവികളും അദ്ദേഹത്തിന്റെ പേരുണ്ട്. പക്ഷേ ഈ ഡൽഹിയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അത് പാർട്ടി ഉചിതമായ തീരുമാനമെടുക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജനഹൃദയങ്ങളിലാണ് CH മുഹമ്മദ് കോയുടെ സ്ഥാനം. അതുകൊണ്ട് ആ തരത്തിലൊരു പരാതിയുമായി താൻ വരുന്നില്ല, നേതൃത്വം ഇക്കാര്യത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കൂടി അദ്ദേഹം അതിലുള്ള വിഷമം അദ്ദേഹം പ്രകടിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ശരി, MK മുനീറിന്റെ പ്രതികരണം. അതിന് പിന്നാലെ കൂടുതൽ ആലോചനകൾ ലീഗ് നേതൃത്വത്തിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. മുഹമ്മദ് ഷഹീദാണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്.